ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അഡ്വക്കേറ്റ് നിതിൻ രാജേന്ദ്രനാണ്. 6 മാസം പ്രായമുള്ള കുട്ടികളെ വരെ പീഡിപ്പിക്കുന്ന കാലമാണ്. അപ്പം ഒരുപാട് പേര് പറയും അവനെ തൂക്കിക്കൊല്ലുക, അവനെ കൊല്ലുക, അല്ലെങ്കിൽ പോലീസുകാർ അവനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത്. പക്ഷെ ഇതൊന്നും ഒരിക്കലും നടപ്പാക്കാറില്ല. ഒരു കാര്യം നടന്നു, അതിൻ്റെ ഒരാൾ അഫക്റ്റഡ് ആണ്, അയാളെ ചെയ്തു എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അയാളാണോ ചെയ്തതെന്ന് നിയമത്തിന് അറിയില്ല. ഈ ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് അതിലേതെങ്കിലും ഒരു പാർട്ട്ണർക്ക് മറ്റൊരാളെ ആ കേസ് നടക്കുന്ന സമയത്ത് തന്നെ വിവാഹം കഴിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഒരു മാട്രിമോണിയൽ ടൈം നിലനിൽക്കുമ്പോൾ വേറൊരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ കല്യാണം കഴിച്ചാൽ അതിന് ബൈഗമി എന്ന് പറയും. അങ്ങനെ ബൈഗമി ഉണ്ടായി കഴിഞ്ഞാൽ അത് ലീഗൽ ഒഫൻസ് ആണ്. ഈ ദൃശ്യം പോലുള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം കുറ്റം നടക്കുമ്പോൾ പറയും ഞാൻ ഇന്ന സ്ഥലത്തല്ലായിരുന്നു ആ സമയത്തെന്ന്. എൻ്റെ CDR, അതായത് എൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ എടുക്കാം. മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിക്കുന്ന വേറൊരു സ്ഥലത്താണ്. ഇപ്പോൾ ഈ പ്രശ്നം നടക്കുന്ന തിരുവനന്തപുരത്തും ക്രൈം നടക്കുന്ന തിരുവനന്തപുരത്തും അന്ന് എൻ്റെ CDR ഉള്ളത്, എൻ്റെ ഈ ടവർ ലൊക്കേഷൻ ഉള്ളത് എറണാകുളത്താണെന്ന് നോക്കിയാൽ എങ്കിൽ അത് ഉറപ്പായിട്ടും നമുക്കൊരു വാലിഡ് പോയിന്റ് ആണ്. സാറിൻ്റെ അഭിപ്രായത്തിൽ കല്യാണം കഴിക്കുന്നതാണോ നല്ലത്, കഴിക്കാതെ ജീവിക്കുന്നതാണോ നല്ലത്? ഗ്ലോബൽ വില്ലേജ് നെറ്റ്വർക്കിൽ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അഡ്വക്കേറ്റ് നിതിൻ രാജേന്ദ്രനാണ്. വെൽക്കം സർ. സർ, നമ്മളിപ്പം ഇന്ന് ഒരുപാട് ഈ പീഡനങ്ങൾ നടക്കുന്ന കാലമാണ്. 6 മാസം പ്രായമുള്ള കുട്ടികളെ വരെ പീഡിപ്പിക്കുന്ന കാലമാണ്. അപ്പം ഒരുപാട് പേര് പറയും അവനെ തൂക്കിക്കൊല്ലുക, അവനെ കൊല്ലുക, അല്ലെങ്കിൽ പോലീസുകാർ അവനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത്. പക്ഷെ ഇതൊന്നും ഒരിക്കലും നടപ്പാക്കാറില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ റേപ്പ് പോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും ആ പ്രതികൾക്ക് ഒരു വധശിക്ഷയോ ഒന്നും ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? അതായത് ബേസിക്കലി ക്രൈം നടക്കുന്നുണ്ട്, അതിനെ ആൾക്കാരെ അറസ്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അറസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു കാര്യം നടന്നു, അതിൻ്റെ ഒരാൾ അഫക്റ്റഡ് ആണ്, അയാളെ ചെയ്തു എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അയാളാണോ ചെയ്തതെന്ന് നിയമത്തിന് അറിയില്ല. നിയമം അത് കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. ആ പ്രൊസീജിയർ ഒരു ലാഗ് ഉണ്ട്. അത് കഴിഞ്ഞ് യഥാർത്ഥ കുറ്റവാളി ആണെങ്കിൽ മാത്രമേ ശിക്ഷിക്കുകയുള്ളൂ. പിന്നെ വധശിക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെയുള്ള ക്രൈമിൽ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. അത് കൊടുക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് അത്രയും ഭയങ്കര ഹീനിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസാണ് ചെയ്തിട്ടുള്ളത്, അത്രയും വലിയ റേപ്പാണ് നടന്നിട്ടുള്ളതെങ്കിൽ വധശിക്ഷയെ കൊടുക്കാം. പക്ഷെ അതിനും അയാൾ കുറ്റവാളിയാണെന്ന് ഉറപ്പ് വേണം. നമ്മുടെ നിയമം തന്നെ പറയുന്നുണ്ട് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇത് തന്നെയാണ് പ്രൊസീജിയർ. അതുകൊണ്ട് ഒരിക്കലും നമുക്കത് പെട്ടെന്ന് അയാളെ വധശിക്ഷ ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല, കൊല്ലാനും പറ്റില്ല. പിന്നെ പോലീസ് എന്ന് പറയുന്നത് അതുകൊണ്ട് പോലീസുകാർക്ക് നിയമം നടപ്പിലാക്കണം എന്നുള്ളതാണ്, അല്ലാതെ നിയമം കയ്യിലെടുക്കാൻ പറ്റില്ല. കോടതി എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. വധശിക്ഷയാണെങ്കിൽ കോടതി വിധിക്കും, എങ്കിൽ അയാളെ തൂക്കിക്കൊല്ലാം. ഒരു കേസ് നടക്കുകയാണ്. ആ കേസിൽ ആ ഒരു പ്രതി മൊഴി മാറ്റുകയോ ഇല്ലെങ്കിൽ മറ്റൊരാളെ ഭീഷണിപ്പെടുത്തലിൽ പെട്ടെന്ന് അയാൾ പറഞ്ഞ കാര്യം മാറ്റി പറയുകയോ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്ത് സംരക്ഷണമാണ് കൊടുക്കുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് വിറ്റ്നസ് സ്കീം എന്ന് പറഞ്ഞത് നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൽ പറയുന്നുണ്ട്. ഈ വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ക്രൈം നടക്കുമ്പോൾ അത് എന്ത് ക്രൈം ആണെങ്കിലും ആ ക്രൈമിൻ്റെ പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്ന ഐ വിറ്റ്നസ് ആണ്. അപ്പോൾ ഈ കാണുന്ന വിറ്റ്നസ് പറയുന്ന കാര്യത്തിനാണ് കോടതി വിധിക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ വിധി വരുന്നത് വിറ്റ്നസിൻ്റെ പ്രൊട്ടക്ഷൻ വേണം. ഈ വിറ്റ്നസിനെ നമ്മൾ ഇൻറ്റിമിഡേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും തരത്തിൽ നമ്മൾ അട്രാക്ട് ചെയ്താലോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൈം ചെയ്ത വ്യക്തി അയാൾ അട്രാക്ട് ചെയ്യും എന്നുള്ള കാര്യം ഉള്ളതുകൊണ്ട് അയാളെ നമുക്ക് റീലൊക്കേറ്റ് ചെയ്യാം. അതുപോലെ വേറെ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലോട്ട് അയാളുടെ ഐഡൻറ്റിറ്റി മാറ്റി നിർത്താം. അങ്ങനെയൊക്കെ ചെയ്യാം. വലിയ വലിയ ക്രൈം നടക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ പറയുന്ന നമ്മുടെ ലീഗൽ സിസ്റ്റം തന്നെ വിറ്റ്നസിനെ നന്നായി സേഫ് ഗാർഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സേഫ് ഗാർഡ് ചെയ്താൽ മാത്രമേ അവർക്ക് ലൈഫിൽ മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. കാര്യം അവർ പറയുന്ന മൊഴിയാണ് യഥാർത്ഥത്തിൽ ആ കേസിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. എവിഡൻറ്ററി വാല്യൂ അതിനാണ് കൂടുതൽ. അതുകൊണ്ട് അവരെ സേഫ് ഗാർഡ് ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും വിറ്റ്നസിന് ആ പ്രശ്നം വരാൻ പോകുന്നില്ല. ഈ മർഡർ പോലുള്ള കേസുകളിൽ ആ ചെയ്ത ഒരു വ്യക്തിക്ക് എന്തിനാണ് ഒരു വക്കീലിന്റെ സംരക്ഷണം? അതിന്റെ ആവശ്യമുണ്ടോ? ഉറപ്പായിട്ടും. വക്കീലെന്ന് പറയുമ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട് മൗലിക അവകാശം. എല്ലാ ആൾക്കാർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന് കുറ്റവാളിയായാലും ക്രിമിനൽ ആയാലും അതിന് നോർമൽ ഒരു പേഴ്സൺ ആണെങ്കിലും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഈ ജീവിക്കാനുള്ള അവകാശം തന്നെയാണ് അയാൾക്കൊരു അഡ്വക്കേറ്റിനെ വയ്ക്കണം എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ക്രിമിനൽ ലോയേഴ്സാണ് ഈ പറയുന്ന കുറ്റം ചെയ്ത ആൾക്ക് വേണ്ടി നിൽക്കുന്നത്. ഇനി അങ്ങനെ ഒരാളില്ലെങ്കിൽ തന്നെ ലീഗൽ എയ്ഡ് എന്ന് പറഞ്ഞൊരു പ്രൊവിഷനുണ്ട്. അയാൾക്ക് ഫ്രീ ആയിട്ട് ഗവൺമെൻറ് തന്നെ വക്കീലിനെ വെച്ചു കൊടുക്കും. കാര്യം ഇത് എന്തുകൊണ്ട് വയ്ക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഭാഗവും കേട്ടാൽ മാത്രമേ നമുക്കൊരു സത്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു തെളിവ് കൊണ്ടുവരികയാണ്, ആ തെളിവ് ഈ പറയുന്ന അക്യൂസിനെതിരെ തന്നെയാണ്. എന്നിരുന്നാൽ പോലും അതിനകത്ത് അക്യൂസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ ആ ശരി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു വക്കീൽ വേണം. അതിനാണ് ഈ പറയുന്ന അക്യൂസ്ഡും ഒരു വക്കീലിനെ വെച്ച് മുന്നോട്ട് പോകുന്നത്. ഇത്രയും ക്രൂരമായിട്ടുള്ള കേസുകൾ നടക്കുമ്പോൾ ഒരു പോലീസിന് അതിന്റെ കുറ്റസമ്മതം സമർപ്പിക്കാൻ എത്ര ദിവസത്തെ സമയമാണുള്ളത്?
അത് കുറ്റസമ്മതമല്ല, കുറ്റപത്രം എന്നാണ് കുറ്റപത്രം. അതായത് ഫൈനൽ ചാർജ്. നോർമലി ഈ പറയുന്ന മർഡർ പോലുള്ള ക്രൈമുകൾ അത് ഹീനിയസ് ആയിട്ടുള്ള ക്രൈമാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്രൈമിൽ തെളിവ് എടുക്കേണ്ടതുണ്ട്. അതായത് മെറ്റീരിയൽ ഒബ്ജക്റ്റ് റിക്കവർ ചെയ്യണം, അതുപോലെ തന്നെ ആൾക്കാരുടെ മൊഴി രേഖപ്പെടുത്തണം, അതുപോലെ സീൻ മാസ്റ്റർ തയ്യാറാക്കണം. ഇങ്ങനെ പറയുന്ന ഒരുപാട് പ്രൊസീജിയറുണ്ട്. ഈ പ്രൊസീജിയർ നോർമലി കൊടുക്കുന്ന ടൈം 90 days ആണ് ഈ മർഡർ പോലുള്ള കേസുകളിൽ. ഇനി നോർമലായിട്ടുള്ള ഒരു സാധാ ക്രൈം ആണെന്നുണ്ടെങ്കിൽ 60 days വരെ മതി. ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ക്രൈം നടക്കുന്ന സമയത്ത് ഒരാളെ അറസ്റ്റ് ചെയ്യും, അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും. ഈ ജയിലിലാക്കുന്ന പ്രൊസീജിയർ അയാൾ ഒരു തരത്തിലും വിറ്റ്നസിനെയോ തെളിവുകളോ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ജയിലിലാവുന്ന അതിന് പറയുന്നത് റിമാൻഡ് എന്നാണ്. ഒരു റിമാൻഡ് കാലയളവ് എന്ന് പറഞ്ഞാൽ 14 ദിവസമാണ്. ഈ 14 ദിവസം പുള്ളിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ വയ്ക്കും, ജയിലിൽ വയ്ക്കും. ഇത് ജുഡീഷ്യൽ കസ്റ്റഡിയാണ്. ഈ കസ്റ്റഡിയിൽ വയ്ക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ പോലീസ് പറയും ഞങ്ങൾക്ക് കസ്റ്റഡി വേണം. അങ്ങനെ ഒരു കസ്റ്റഡി ആപ്ലിക്കേഷൻ ഇട്ട് പോലീസ് ഇയാൾ ആരാണോ അക്യൂസ്ഡ് അയാളെ പുറത്തെടുത്തിട്ട് തെളിവെടുക്കാനായി കൊണ്ടുപോകും. അതാണ് നമ്മൾ ഈ കാണുന്ന തെളിവെടുപ്പിന്റെ രീതികൾ എന്ന് പറയുന്നത്. സ്റ്റേഷനിൽ നിന്ന് വന്ന് പോലീസുകാരോടും തെളിവെടുക്കും. അങ്ങനെ തെളിവെല്ലാം എടുത്ത് അത് കഴിഞ്ഞ് പോലീസ് ഇതെല്ലാം എഴുതി തയ്യാറാക്കും. DNA റിപ്പോർട്ടുകൾ, അതുപോലെ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് വന്ന് അതിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാം എടുത്തതിന് ശേഷമാണ് അതിനൊരു ഫൈനൽ ടച്ചിലെത്തുന്നത്. ഈ ഫൈനൽ ചാർജ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ചെയ്യുന്നത് മുതൽ പോലീസിന് പിന്നെ ഈ പ്രതിയുടെ ആവശ്യമില്ല, പിന്നെ ട്രയൽ സ്റ്റേജിൽ മാത്രം മതി. അത് കഴിഞ്ഞാൽ പുള്ളിക്ക് ബെയിൽ, സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടാനും പറ്റും, കിട്ടുകയും ചെയ്യും. ഏതെങ്കിലും ഒരു കേസിൽ ഒരു ദൃക്സാക്ഷിയുടെ മൊഴി മാത്രം കണ്ടുകൊണ്ട് എന്തെങ്കിലും കേസ് നമുക്ക് വാദിക്കാൻ സാധിക്കുന്നതാണോ? ദൃക്സാക്ഷി മൊഴി എപ്പോഴും പ്രൈമറി ഐ വിറ്റ്നസ് എന്ന് പറയുന്നതാണ് എവിഡൻറ്ററി വാല്യൂ ഉള്ളത്. പക്ഷേ ആ എവിഡൻറ്ററി വാല്യൂ എപ്പോഴും ഒരു ചെയിൻ ഓഫ് സർക്കിളാണ്. ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. അതിനകത്ത് എവിഡൻറ്ററി വാല്യൂ ആയിട്ട് പറയുന്ന ഈ പറയുന്ന ഐ വിറ്റ്നസ് പറയുന്ന കാര്യങ്ങൾ ആ പറയുന്ന സർക്കംസ്റ്റാൻസുമായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അതുമായിട്ടൊരു മാച്ചിങ് സംഭവിച്ചില്ലെങ്കിലോ ആ ക്രൈമുമായി അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിലോ ഒരിക്കലും ആ വിറ്റ്നസിനെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് കറക്റ്റ് ആ സർക്കിള് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഐ വിറ്റ്നസിനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ക്രോസ് നടക്കുന്ന സമയത്ത്, അതായത് ഈ പറയുന്ന ആളെ വിസ്തരിക്കുന്ന സമയത്ത് പലതരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച് അയാളുടെ സൈഡിൽ നിന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അക്യൂസിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അയാൾ പറഞ്ഞ കാര്യം തെറ്റായിരിക്കും. അങ്ങനെ വരുമ്പോൾ അക്യൂസിന് പുറത്തു വരാൻ പറ്റും. ഇപ്പം സാക്ഷികൾ പോലീസിന് നൽകുന്ന മൊഴിയും ഇതുപോലെ തന്നെ കോടതിയിൽ വരുമ്പം മൊഴി മാറ്റി പറയുന്നതും ഉണ്ടാവും. അതെങ്ങനെയാണ് ഒരു കേസിനെ ബാധിക്കുന്നത്? പോലീസിന്റെ ബേസിക് ആയിട്ട് പോലീസിന്റെ ജോലി എന്ന് പറയുന്നത് കുറ്റവാളിയെ പിടിക്കുക. അപ്പോൾ കുറ്റവാളിയെ പിടിച്ചു, ഒരു ക്രൈം നടന്നു, കുറ്റവാളിയെ പിടിച്ചു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന കുറ്റം കണ്ട ആൾക്കാരെ ചോദ്യം ചെയ്യണം. അതായത് ഇപ്പോൾ അയാൾ വന്ന സമയം, അയാൾ പോയ സമയം, അയാൾ അവിടെ എന്ത് ചെയ്തു, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഇത് ഭീഷണിപ്പെടുത്തുകയാണെങ്കിലും ചോദിക്കാം. പോലീസ് ഒരു കമ്പൊക്കെ വെച്ചിട്ട് ലാത്തിയൊക്കെ വെച്ച് ഭീഷണിപ്പെടുത്തുവാണെങ്കിൽ ഭീഷണിയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? വിറ്റ്നസ് പോലീസുകാർ എന്താണോ പറഞ്ഞത് അതുപോലെ പറയും. അതുകൊണ്ട് തന്നെ പോലീസിന് മുമ്പിൽ കൊടുക്കുന്ന മൊഴിക്ക് വാല്യൂ ഇല്ല. ഈ മൊഴി എപ്പോഴാണ് വാല്യൂ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിഡൻസ് ആയിട്ട് കോടതിയിൽ മാർക്ക് ചെയ്യും. അത് മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചെയിൻ ഓഫ് സർക്കിൾ, അതായത് അത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ, ആ സർക്കിൾ കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഈ എവിഡൻറ്ററി വാല്യൂ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൊഴി മാറ്റാം. അതിന് മാറ്റം തന്നെ ഹോസ്റ്റൈൽ ആവുക എന്ന് പറയും. വിറ്റ്നസ് ഹോസ്റ്റൈലായി എന്ന് പറയും. അങ്ങനെ ഹോസ്റ്റൈലായി കഴിഞ്ഞാൽ ആ മൊഴി അയാൾ പറഞ്ഞത് ഞാൻ പേടിച്ചിട്ട് പറഞ്ഞതാണ്, അതല്ല സത്യം, തിരിച്ചാണ് എന്ന് പറഞ്ഞാൽ കോടതി അത് അക്സെപ്റ്റ് ചെയ്യും, എവിഡൻറ്ററി വാല്യൂ കുറയും. അതാണ് എൻ്റെ രീതി. സാർ, എന്താണ് ഈ ലാസ്റ്റ് സീൻ തിയറി എന്ന് പറയുമ്പോൾ മരിക്കുന്നതിന് മുന്നേ രണ്ടുപേരും ഒന്നിച്ച് കണ്ടാൽ ഇയാളാണ് കൊന്നത് എന്നങ്ങ് തെളിയിക്കുകയാണ്, അതാണ് ലാസ്റ്റ് സീൻ തിയറി. ഇങ്ങനത്തുള്ള കേസുകളൊക്കെ വരാറുണ്ടോ? ലാസ്റ്റ് സീൻ തിയറി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട്. പക്ഷെ ആ പ്രൊസീജിയർ പറയുന്നത് ഇപ്പോൾ ഒരാൾ മരണപ്പെടുകയാണ്, അയാളെ അവസാനമായി കാണുന്നത് ഒരു പേഴ്സൻ്റെ കൂടെ അയാൾ അവസാനമായി കണ്ട ആൾ. അതായത് ഈ മരണപ്പെട്ട ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു, അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ ആരെക്കൊണ്ടും പറ്റില്ല. അത് പറ്റുന്ന ഒരാൾ അവസാനമായി അയാളെ കണ്ട ആളായിരിക്കും. എന്ന് പറഞ്ഞ് ഈ അവസാനമായി കണ്ട ആളാണ് കൊലയാളി എന്ന് ഒരിക്കലും നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. അവസാനമായി കണ്ട ആളായിരിക്കില്ല, വേറൊരാളാവാം. അല്ലെങ്കിൽ ആ ക്രൈം സീനിലോട്ട് തള്ളിവിട്ടത് ചിലപ്പോൾ അവസാനം കണ്ട ആളായിരിക്കാം, വേറൊരാളായിരിക്കാം ആക്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് സീൻ തിയറി വെച്ചിട്ട് ഒരിക്കലും ഒരാളെ നമുക്ക് കുറ്റവാളിയാണെന്ന് പറയാൻ പറ്റില്ല. അതിന് ഒരുപാട് പ്രൊസീജിയറുണ്ട്. ഇതുപോലെ തന്നെ വേറൊരെണ്ണമാണ് ഈ ശത്രുത കാരണം നമ്മളെ കേസിൽ പെടുത്തുന്ന ആൾക്കാരുണ്ട്. അപ്പം അതെങ്ങനെയാണ് നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്നത്? ശത്രുത കാരണം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു ഗ്രീവൻസ് അവിടെ ഉണ്ട്. ശത്രുത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് കാരണത്തിനാണ്, എന്തിനാണ് ആ ശത്രുത ഉണ്ടായത്, ഈ പറഞ്ഞ സംഭവം നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മൾ എപ്പോഴാണോ നമ്മൾ ഈ കേസിൽ പെടുന്നത് അപ്പോൾ നമ്മൾ പറയുക നമ്മുടെ സൈഡിലുള്ള പോയിന്റ് ഇതാണ്, നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ എൻ്റെ അടുത്ത് ശത്രുതയുണ്ട്, ആ ശത്രുത ഉള്ളതുകൊണ്ട് എന്നെ പെടുത്തിയതാണ്. ഈ രീതി പ്രോപ്പറായിട്ട് നമ്മൾ പറയുമ്പോൾ ഉറപ്പായിട്ടും കോടതിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ കയ്യിൽ പ്രോപ്പർ എവിഡൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കൊല നടക്കുന്നു, നമ്മൾ ഒരാൾക്ക് കൊല ചെയ്യാനായിട്ടൊരു കത്തി എടുത്ത് കൊടുക്കുകയാണ്. ആ കത്തിയെടുത്ത് കൊടുക്കുന്നതും കുത്തുന്നതും ഒരേ ഒഫൻസ് തന്നെയാണ്, അവർ രണ്ടുപേർക്കും കിട്ടുന്ന ഒരേ ശിക്ഷയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക്
വൈരാഗ്യം കൊണ്ട് പറഞ്ഞതാണെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എവിഡൻറ്ററി വാല്യൂ എന്താണോ, എവിഡൻസിനെ ബേസ് ചെയ്താണ് കോടതിയിൽ കേസ് പോകുന്നത്. അപ്പോൾ എവിഡൻസ് എങ്ങനെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചിരിക്കും. ഇതുപോലെ ചില ഈ മർഡർ കേസുകളിലൊക്കെ പ്രതി അവൻ്റെ DNA മറ്റുള്ള സാമ്പിളുകളൊക്കെ ശേഖരിക്കാൻ വിസമ്മതിച്ചാൽ എങ്ങനെയാണ് കോടതി അത് തെളിയിക്കാൻ നോക്കുന്നത്? ഒരു പ്രതി DNA സാമ്പിൾ ശേഖരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ കോടതിക്ക് ഒരു പ്രിസംപ്ഷൻ ഉണ്ട്, ഇയാളാണ് അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ DNA എടുക്കാൻ പാടില്ല എന്ന് പ്രതിക്ക് പറയാൻ പറ്റില്ല. പ്രതി അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ കോടതിക്ക് ഡയറക്ഷൻ കൊടുത്തിട്ട് DNA എടുക്കാൻ പറ്റും. ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ വന്ന് DNA എടുത്ത് ടെസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് DNA എടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല, അത് ലീഗലി ബൗണ്ടഡ് ആണ്. ഇതുപോലെ തന്നെ ഈ ചില കേസുകളിൽ നമ്മളിപ്പോൾ ഈ ദൃശ്യം പോലുള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം കുറ്റം നടക്കുമ്പോൾ പറയും ഞാൻ ഇന്ന സ്ഥലത്തല്ലായിരുന്നു ആ സമയത്തെന്ന്, ഞാൻ വേറെ എവിടെയും ആയിരുന്നു. പക്ഷേ മറ്റുള്ള ആൾക്കാർ പറയും നീ ആ സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പം എന്താണ് അതിനുള്ള റൂൾ ആൻഡ് ലോസ് ഒക്കെ എങ്ങനെയാണ് തെളിയിക്കാൻ സാധിക്കുന്നത്? നമ്മൾ ബേസിക്കലി ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ക്രൈം നടക്കുമ്പോൾ ഒരു അക്യൂസിനെ അറസ്റ്റ് ചെയ്യുന്നു, അയാൾ കുറ്റവാളി ആവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ അയാളെ പോയിന്റ് ഔട്ട് ചെയ്യും. അതുകൊണ്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പം നമ്മൾ അവിടെ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം എന്നെയാണ് അറസ്റ്റ് ചെയ്യുന്നത്, എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന സ്ഥലത്തല്ല, ഞാൻ ഉണ്ടായിരുന്ന വേറൊരു സ്ഥലത്താണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ CDR, അതായത് എൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ എടുക്കാം. മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിക്കുന്ന വേറൊരു സ്ഥലത്താണ്. ഇപ്പോൾ ഈ പ്രശ്നം നടക്കുന്ന തിരുവനന്തപുരത്തും ക്രൈം നടക്കുന്ന തിരുവനന്തപുരത്തും അന്ന് എൻ്റെ CDR ഉള്ളത്, എൻ്റെ ഈ ടവർ ലൊക്കേഷൻ ഉള്ളത് എറണാകുളത്താണെന്ന് വയ്ക്കുക, എങ്കിൽ അത് ഉറപ്പായിട്ടും നമുക്കൊരു വാലിഡ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് എറണാകുളത്താണ്. അപ്പം ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എനിക്കൊന്നെങ്കിൽ തമ്പ് ഇംപ്രഷനൊക്കെ വെച്ചായിരിക്കും ഇപ്പോൾ ഉള്ള എല്ലാം ഓട്ടോമേറ്റഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കയറാം. അപ്പോൾ അങ്ങനെ തമ്പ് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അറ്റൻഡൻസ് അവിടെ മാർക്കാണ്. അപ്പോൾ എൻ്റെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് തെളിയിക്കാം. ഇങ്ങനെ 1-2 പോയിന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ആള് സ്ഥലത്തില്ലാതെ അയാളെ ഒരിക്കലും കുറ്റവാളിയാക്കാൻ പറ്റില്ല. നമ്മൾ ഉണ്ടെന്നുള്ള തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് സുഗമമായിട്ട് റിലീസായി വരാം. ഇതുപോലെ ചില കേസുകളിൽ ഈ ഡെത്ത് ഓഫ് ടൈം ഉണ്ട്, അല്ലെങ്കിൽ ഡെത്ത് ഓഫ് കോഴ്സ് ഉണ്ട്, ഈ റേപ്പ് പോലുള്ള കേസുകളൊക്കെ വരുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു കാരണവശാൽ ഇതിന് ഈ ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈദ്യൂര്യങ്ങൾ സംഭവിച്ചാൽ ഇതെങ്ങനെയാണ് ആ കേസിനെ ബാധിക്കുന്നത്? അത് ഈ ഒരാൾ മർഡർ നടക്കുമ്പോൾ, അല്ലെങ്കിൽ അതെന്ത് ഇപ്പം റേപ്പ് ത്രൂ മർഡർ നടന്നാലും എങ്ങനെ മർഡർ നടന്നാലും ആ ടൈം ആ സമയം ഭയങ്കരമായി ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടൈം കറക്റ്റായിട്ട് നമ്മുടെ ഈ FSL റിപ്പോർട്ടിലൊക്കെ വരണം. മെഡിക്കൽ റിപ്പോർട്ട് വരുമ്പോൾ അത് അറിയാൻ പറ്റും. ആ പറയുന്ന ടൈമിൽ ആ പ്രതി അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പറ്റിയാൽ മാത്രമേ അയാളെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അയാൾ ആ ടൈമിൽ എക്സാക്ട് ടൈമിൽ അവിടെ ഇല്ല എന്നാണ് FSL റിപ്പോർട്ടൊക്കെ വരുമ്പോൾ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന സമയത്ത് അയാൾ വേറൊരിടത്തായിരുന്നു എന്ന് കാണിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നമുക്ക് തെളിയിക്കാൻ പറ്റിയാൽ അയാളെ നമുക്ക് നിസ്സാരമായി അവിടെ നിന്ന് കേസിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും. സാർ, ഇന്നത്തെ കുട്ടികൾ ഇതുപോലെ സിനിമകൾ, ഫോൺ യൂസസ് കൊണ്ട് എന്തെങ്കിലും ഒരു സീൻ കാണുമ്പം അതുപോലെ ചെയ്യാനായിട്ട്, അതിപ്പോൾ സൂയിസൈഡ് വരെ ആവാം, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ പോയി ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുണ്ട്. കേസസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? എന്ത് മുൻകരുതലാണ് നമ്മൾ ഇതിനെടുക്കേണ്ടത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സിനിമ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ആസ്വദിക്കാൻ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ സിനിമ നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. നമ്മളെ മാത്രമല്ല, കുഞ്ഞു പിള്ളേർ. ഈ കുഞ്ഞു പിള്ളേരൊക്കെ ചിന്തിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു, ഒരാൾ അടിക്കുന്നു. നമ്മൾ സിനിമയിൽ കാണുന്നത് ആടി കഴിഞ്ഞു, അയാൾ പ്രശ്നമെല്ലാം മാറി, അതെല്ലാം കഴിഞ്ഞു, പുള്ളിക്കാരൻ വീണ്ടും നോർമൽ ലൈഫിലാണ്. പക്ഷെ അങ്ങനെയല്ല. നിയമത്തിൽ ഒരു അടി നടത്തി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഉള്ള ആൾക്കാർ ഇത് കണ്ട് ആവേശം കൊണ്ടൊരു അടി നടത്തിയാൽ ആ അടി നടക്കും. അത് കഴിഞ്ഞ ഉടനെ ഈ പറയുന്ന അടി കൊണ്ട ആൾ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ഇട്ട് സ്റ്റേഷനിൽ നിന്ന് ഈ പറയുന്ന സ്ഥലത്ത് വന്ന് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്ത് ആരാണോ അടിച്ചത് അയാളുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി അയാളെ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോകും. എന്താണോ ഗ്രാവിറ്റി, ആ ചെയ്ത പ്രശ്നത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് ജയിലിൽ കിടക്കേണ്ടി വരെ വരും. അതുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട്, നിയമം വളരെ സ്ട്രോങ് ആണ്. സിനിമയിൽ കാണുന്നത് പോലെയല്ല നേരിട്ടുള്ള നിയമം എന്ന് പറയുന്നത്. പിന്നെ സിനിമയിൽ കാണുന്ന ജയിൽവാസവും അതുപോലെ തന്നെയാണ്. അത് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പക്ഷേ അതൊരിക്കലും നമ്മുടെ നാച്ചുറൽ ടൈമിൽ അതൊരിക്കലും നടക്കില്ല. ജയിലിനകത്തായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഒരുപാട് പണിഷ്മെൻറ്റ്സ് ഉണ്ടാകും. നമ്മൾ ഒരുപാട് കാര്യം കഷ്ടപ്പെട്ട് മുന്നോട്ട് ജീവിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് ഇത്രയും നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കുഞ്ഞു പിള്ളേരായിരിക്കുവാണെങ്കിൽ വളർന്നു വരുന്ന ടൈമിൽ സിനിമയൊക്കെ ഉണ്ടാവും, അത് കണ്ട് ഇൻസ്പയർ ആവണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു കാരണവശാലും നെഗറ്റീവായിട്ട് അത് ഇൻസ്പിറേഷൻ എടുക്കരുത്, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. സാർ, ഈ നോർമലായിട്ട് നമ്മൾ സാധാരണ ആൾക്കാർ ഇപ്പോൾ വിചാരിക്കും ഒരു വക്കീലിനെ നമ്മൾ നിർത്തണമെങ്കിൽ ഫീസ് കൊടുക്കണം. ഒരു കേസ് നടന്നാൽ ഒരുപാട് നാൾ ആ കേസിന് പുറകെ നടക്കണം. ഒരുപാട് പേര് അതുകൊണ്ട് കേസിന് പോവാതിരിക്കുന്നവരുണ്ട്, വക്കീൽ ഫീസ് ഓർത്ത് വരാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കോർട്ട് പരമായി എന്തെങ്കിലും ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇപ്പോൾ എന്ത് ലിറ്റിഗേഷൻ ഉണ്ടായാലും ഒരു അഡ്വക്കേറ്റ് വേണം. കോടതിക്കകത്ത് വാദിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വക്കീൽ വേണം. അല്ലെങ്കിൽ ഇൻ പേഴ്സൺ വാദിക്കാം, അതിനും പ്രൊവിഷനൊക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് നമുക്ക്
എവിഡൻസ് മാർക്ക് ചെയ്യാനും അതുപോലെ ഡോക്യുമെന്റ്സ് പെറ്റീഷൻസ് ഫയൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഒരു വക്കീലിനെ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വക്കീലിനെ വയ്ക്കുമ്പോൾ നോർമലി അവരുടെ ഫീസ് കൊടുക്കണം എന്നുള്ളത് ബേസിക് ആണ്. ഇനി പൈസ കൊടുക്കാത്ത ആൾക്കാർക്ക് ഇപ്പം നിയമമില്ലേ, അല്ലെങ്കിൽ അവർക്ക് കോടതിയിൽ വരാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ വരാൻ പറ്റും. ഇപ്പോൾ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ലീഗൽ എയ്ഡ് സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ കോടതികളിൽ തന്നെ വന്നിട്ട് ലീഗൽ എയ്ഡ് സപ്പോർട്ട് എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തരും. അവിടെ നിന്ന് ലീഗൽ എയ്ഡിൽ നിന്ന് വക്കീലിനെ വെച്ച് തരും. അങ്ങനെ വക്കീലിനെ വെച്ച് തരുമ്പോൾ നിങ്ങൾ പൈസ ഒന്നും കൊടുക്കണ്ട, നിങ്ങളുടെ പൈസ നമ്മുടെ സ്റ്റേറ്റ് തന്നെ കൊടുത്തോളൂ. സ്റ്റേറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കേസ് നടത്താനായിട്ട് വക്കീൽ വരും. ആ വക്കീൽ വന്ന് ബാക്കി കാര്യങ്ങൾ നടത്തിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും പൈസ ഇല്ല എന്നൊരു കൺസേണിൽ നിങ്ങൾ ഒരു കാരണവശാലും കേസ് നടത്താതിരിക്കുക. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾ പ്രതികരിക്കണം. അതിന് വക്കീലിനെ വയ്ക്കുക തന്നെ വേണം. സാർ ഇപ്പം ഈ ലീഗൽ നോട്ടീസ് ഉണ്ട്, വീടുകളിലൊക്കെ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു, അപ്പം അതിനെതിരെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ വീട്ടുകാരാണെങ്കിലും ഒക്കെ? ലീഗൽ നോട്ടീസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് ആണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു കേസ് ഉണ്ടായി, ഒരു സിവിൽ നേച്ചറാണ്, ഈ സിവിൽ നേച്ചർ കേസ് നമ്മൾ നടത്താൻ പോയി കഴിഞ്ഞാൽ വർഷങ്ങളെടുക്കും. അതൊരു പ്രൊസീജിയറൽ ലാഗാണ്, അതുണ്ടാവും, അത് പ്രശ്നമില്ല, അത് നിയമത്തിലുള്ള കാര്യം തന്നെയാണ്, നമുക്ക് സമയമെടുക്കും, എങ്കിലേ നീതി കിട്ടുള്ളൂ. പക്ഷേ അതിനെല്ലാം മുന്നെയാണ് ഒരു അഡ്വക്കേറ്റ് ഒരു നോട്ടീസ് അയക്കുന്നത്. ഈ അഡ്വക്കേറ്റ് അയക്കുന്ന നോട്ടീസിനകത്ത് കോംപ്രമൈസ് ടേംസും ഉണ്ടാവും. എങ്ങനെയാണ് കേസ് കൊടുക്കാതിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അയക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നോട്ടീസ് കിട്ടുമ്പോൾ അതിനൊരു റിപ്ലൈ നോട്ടീസ് കൊടുക്കണം. ഈ റിപ്ലൈ നോട്ടീസ് കൊടുക്കുന്നത് മാത്രമല്ല, അതിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള മാക്സിമം എഫേർട്ട് എടുത്തിരിക്കണം. ഇപ്പോൾ നോർമലി എന്തെങ്കിലും ചെറിയ സെറ്റിൽമെൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതങ്ങ് സെറ്റിൽ ചെയ്ത് തീർക്കുക. അപ്പോൾ കേസ് പരമായി കോടതിയിൽ കയറി ഇറങ്ങണം. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ചിലവ് കുറവാണ്, അതുപോലെ തന്നെ സമയം നഷ്ടമില്ല, എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് ചെയ്ത് പോകാനും പറ്റും. നിയമത്തിൻ്റെ വലിയ നൂലാമലകളിൽ പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് ഒരു ലീഗൽ നോട്ടീസ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റിപ്ലൈ നോട്ടീസ് കൊടുക്കുക, ആ പ്രശ്നം സോൾവ് ആക്കാൻ നോക്കുക, കേസ് പരമായി കോടതി പോകാതിരിക്കുക. അതുപോലെ തന്നെ ഈ ഗാർഹിക പീഡനം ഇന്ന് ഒരുപാട് നടക്കുന്നുണ്ട്, ഈ സ്ത്രീധനത്തിന്റെ പേരിലാണെങ്കിലും ഒക്കെ. അപ്പം ഈ അങ്ങനെയുള്ള കുറ്റവാളികളെ നമ്മൾ കണ്ടുപിടിച്ചു, അവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണ്? ഗാർഹിക പീഡനം ഒരു മാട്രിമോണിയൽ ടൈ ഉണ്ടാകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അവർ തമ്മിലുള്ള പാർട്ട്നേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ പറഞ്ഞ ഡൗറി. അത് ഡൗറി പ്രോഹിബിറ്റഡ് ആണ്, എന്നിരുന്നാൽ പോലും സ്ത്രീധനം ചോദിച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, മെൻ്റൽ ടോർച്ചറുകൾ, ഇതൊക്കെയുണ്ട്. അപ്പോൾ അതിനൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള തക്കതായ ശിക്ഷകളും ഉണ്ട്. പിന്നെ ഇത് തെളിയിക്കുന്നത് വളരെ ലിമിറ്റഡ് ആണ്. കാര്യം ഒരു റൂമിനകത്തോ അല്ലെങ്കിൽ ഒരു വീട്ടിനകത്തോ നടക്കുന്ന കാര്യമാണ്. ഇതിന് ഫോട്ടോഗ്രാഫ്സ്, അതുപോലെ തന്നെ വീഡിയോഗ്രാഫ്സ്, ഇതുപോലെ ഡൗറി ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാം. ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം പണിഷ്മെൻറ്റ് ഉറപ്പായിട്ടും കോടതി പറയുന്നുണ്ട്. ആ പറയുന്ന രീതിയിൽ തന്നെ ഇംപ്രിസൺമെൻറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന ഡൗറി മേടിച്ച തുക അതെല്ലാം തിരിച്ചു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേസുകളുണ്ട്. പക്ഷേ ഇതിനകത്ത് പലതരത്തിൽ ഫേക്ക് കേസുകളും ഉണ്ട്. കാര്യം ഒരു വൈഫിന് മാട്രിമോണിയൽ ടൈ പൊട്ടിച്ച് പുറത്തു വരണം. അപ്പോൾ അവർ കാണുന്ന ആദ്യത്തെ ഒരു വഴി എന്ന് പറയുന്നത് ഗാർഹിക പീഡനം, ഡൊമസ്റ്റിക് വയലൻസ് കേസ് കൊടുക്കുക. അത് ഫേക്ക് കേസുകളാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ രജിസ്റ്റർ ആവുന്ന കേസുകളിൽ ഭൂരിഭാഗവും ഫേക്ക് തന്നെയാണ്. അത് ഓൾറെഡി റിപ്പോർട്ടഡുമാണ്. പക്ഷെ അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ അതിന് ലീഗൽ സൈഡ് നോക്കുന്നത് പോലെ തന്നെ എവിഡൻറ്ററി വാല്യൂ ഉണ്ട്. എവിഡൻസ് വെച്ചാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഈ ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് അതിലേതെങ്കിലും ഒരു പാർട്ട്ണർക്ക് മറ്റൊരാളെ ആ കേസ് നടക്കുന്ന സമയത്ത് തന്നെ വിവാഹം കഴിക്കാൻ സാധിക്കുന്ന കാര്യമാണ്? ഇല്ല. അതായത് ഒരിക്കലും ഒരു മാട്രിമോണിയൽ ടൈ നിലനിൽക്കുമ്പോൾ വേറൊരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ കല്യാണം കഴിച്ചാൽ അതിന് ബൈഗമി എന്ന് പറയും. അങ്ങനെ ബൈഗമി ഉണ്ടായി കഴിഞ്ഞാൽ അത് ലീഗൽ ഒഫൻസ് ആണ്. എപ്പോഴും മാട്രിമോണിയൽ ടൈ, അത് ഡിവോഴ്സ് നടക്കുമ്പോഴാണെങ്കിലും അത് ഫയൽ ചെയ്താലും അതിനൊരു ഫൈനൽ ഡിഗ്രി ഉണ്ടാവും. ഈ ഫൈനൽ ഡിഗ്രി കിട്ടി ആ ഡിഗ്രി വെച്ച് മാത്രമേ അയാൾക്ക് അടുത്തൊരു കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ലീഗലി അത് ബൗണ്ട് ആവുള്ളൂ. അല്ലാതെ കഴിക്കുന്ന ലിവിൻ റിലേഷൻഷിപ്പ് ഒന്നും കുഴപ്പമില്ല. ഇപ്പോൾ കല്യാണം കഴിക്കാതെ ഒരാളുമായി ലിവിനിലാണെങ്കിൽ അതൊരു പ്രശ്നമുള്ള കാര്യമില്ല. ലിവിൻ റിലേഷൻ നമുക്ക് കീപ്പ് ചെയ്യാം. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൽ ഒരു മാരേജ് എന്ന് പറഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ ഇപ്പോൾ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ആ ടൈമിൽ അത് ലീഗലി അത് ഒഫൻസാണ്. ആ ഒഫൻസ് ബൈഗമി ആയിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ആൾക്ക് ഉറപ്പായിട്ടും ശിക്ഷ കിട്ടും. സാർ, ഇപ്പോൾ നമുക്ക് ഈ ഡൗറിയുടെ പ്രശ്നങ്ങൾ, ഇപ്പം ഉത്ര വധക്കേസ്, വിസ്മയ, ഇതുപോലുള്ള ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട്. ഇപ്പം മറ്റേതൊക്കെ തിരുവനന്തപുരം, കൊല്ലം സൈഡായിരുന്നു കൂടുതൽ ഈ ഡൗറി കാര്യങ്ങളിൽ കൂടുതലുള്ളത്. ഇപ്പം എല്ലാ ജില്ലകളിലും ഇതുപോലെ ചെറിയ കേസസ് ഉണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഒരു കല്യാണം കഴിക്കുന്നത് കൊണ്ടാണോ ഈ പ്രശ്നം വരുന്നത്? ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഇപ്പം ഇതുപോലുള്ള ഒരുപാട് കേസുകൾ സാറ് കാണുന്നുണ്ടായിരിക്കും. സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിൻ്റെ കാരണം? ആക്ച്വലി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, കല്യാണം എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർഷിപ്പാണ്. അതായത് നമുക്ക് ഒരു കമ്പാനിയൻഷിപ്പ് പോലെ കിട്ടുന്ന ഒരാളാണ്. അപ്പോൾ അയാളുമായി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. പക്ഷേ
ഒന്നിച്ച് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോവുക. പക്ഷേ ഭാര്യ എന്ന് പറഞ്ഞ ആളെ കൊണ്ടുവരുമ്പോൾ അയാളൊരു ഒരു മിൽക്കിംഗ് കൗവായിട്ട് കണ്ടു കഴിഞ്ഞാൽ അയാളൊരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ നിന്നുള്ള പൈസ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ ഈ പറയുന്ന നിയമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് ഈ കേസുകൾ കൂടിയും വരുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പറയുന്ന ആരൊക്കെയാണോ ഇത് ചെയ്യുന്നത് അവരെല്ലാം ജയിലിനകത്താവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കുക, നമ്മുടെ ജീവിതവും ജയിലിലായിരിക്കും. ചിലപ്പോൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഭാര്യയുടെ സ്വർണ്ണം മേടിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അത് മേടിക്കുന്നതോടുകൂടി അവിടെ ലൈബിലിറ്റി ആയി, ഒരു ഡിവോഴ്സ് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുന്നു. ഈ പറയുന്ന ആള് പൈസ എടുത്തിട്ടുണ്ട്, ഈ സ്വർണ്ണം എടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നം സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ അയാൾ ഉറപ്പായിട്ടും ജയിലിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിയമം ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ മാറ്റി വെച്ചിട്ട് ഒന്നിച്ച് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നിച്ച് ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്തുള്ള പ്രശ്നം. ഫാമിലി ലൈഫ് ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് വൺ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. സാറിന്റെ അഭിപ്രായത്തിൽ കല്യാണം കഴിക്കുന്നതാണോ നല്ലത്, കഴിക്കാതെ ജീവിക്കുന്നതാണോ നല്ലത്? ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് വൺ. പക്ഷേ കല്യാണം കഴിക്കുന്നതും കഴിക്കാത്തതും ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. കല്യാണം കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുഡ് ബെനിഫിറ്റ്സ് ഉണ്ട്. കാര്യം നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാവും, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടും നമുക്ക് എന്ത് കാര്യത്തിനും നമ്മുടെ കൂടെ ഒരാളുണ്ടെന്നൊരു തിങ്കിങ് ഉണ്ടാവും. എന്നാൽ കല്യാണം കഴിക്കാതിരിക്കുന്നത് അതൊരു അനദർ കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ആണ്. നമുക്ക് വേറെ ലയബിലിറ്റി ഉണ്ടാവില്ല, വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, കേസ് വേണ്ട, ഇനി അവരുടെ സ്വർണ്ണം എടുത്തു, അവരെ വഴക്ക് പറഞ്ഞു, മാനസികമായി ബുദ്ധിമുട്ടിച്ചു, ഈ പറഞ്ഞ ഒരു പ്രശ്നമില്ല. അപ്പോൾ കല്യാണം കഴിക്കാതെ പോകുന്നതും ഓരോ ആൾക്കാരുടെ ചോയ്സ്. കല്യാണം കഴിക്കുന്നതും നല്ലതാണ്, കഴിക്കാതിരിക്കുന്നതും നല്ലതാണ്. ഇപ്പം ഈ ഗാർഹിക പീഡനത്തില് ഡൗറി മാത്രമല്ല, വേറെ എന്തൊക്കെ കേസുകളാണ് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്? ഈ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞു, അതായത് ഡൊമസ്റ്റിക് വയലൻസ് കേസാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ഗാർഹിക പീഡനങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഒരു ഫേക്ക് കേസുകളായിട്ടാണ് വരുന്നത്. കാര്യം ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയുള്ള ഏറ്റവും എളുപ്പ വഴിയാണ്. കാര്യം ഈ ഫാമിലി മാറ്റർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാം സിവിൽ മാനറിലുള്ള കേസാണ്, സിവിൽ മാറ്റേഴ്സാണ്. പക്ഷേ അതിനകത്തുള്ള ഒരേ ഒരു ക്രിമിനൽ കേസ് എന്ന് പറയുന്നതാണ് ഡൊമസ്റ്റിക് വയലൻസ് കേസ്. ഈ ഡൊമസ്റ്റിക് വയലൻസ് കേസ് കൊടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഫിസിക്കൽ ഇൻറ്റിമിഡേഷൻ, അതായത് നമ്മുടെ ഈ ഫിസിക്കലി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്, ഈ പറയുന്ന ഭാര്യ അടിക്കുക പിടിക്കുക അതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ അസോൾട്ട് ഉണ്ടാകുന്നത്, അങ്ങനെ വരുന്നതും പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് മെൻ്റൽ, അതായത് മെൻ്റലി ഹറാസ് ചെയ്യുന്നതും നമ്മൾ വെർബലി അബ്യൂസ് ചെയ്യുന്നതും ഇതെല്ലാം അതിനകത്ത് വരും. മാനസികമായുള്ള പീഡനവും വരും, വാക്കാലുള്ള പീഡനവും. ഇതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാം ഈ പറയുന്ന സെക്ഷനിൽ അകത്ത് പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്. അപ്പോൾ ഭർത്താക്കന്മാർ മാക്സിമം ഇതൊന്നും ചെയ്യാതിരിക്കുക. ഈ ചൈൽഡ് കസ്റ്റഡി എന്ന് പറയുന്നതിൽ കോടതി എന്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം? ഓക്കെ, ഈ ചൈൽഡ് കസ്റ്റഡി എപ്പോഴും ഒരു ഡിവോഴ്സ് നടക്കുന്നതിന് മുന്നേ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഫയൽ ചെയ്യുന്നതാണ് OP ഗാർഡിയൻ വാർഡ്. ഈ OP ഗാർഡിയൻ വാർഡ് ഫയൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അപ്പം തന്നെ ഇത് ഫയൽ ചെയ്യുമ്പോൾ തന്നെ കോടതിയാണ് നാച്ചുറൽ ഗാർഡിയൻ. അതായത് കോടതി നമ്മുടെ ഈ പറയുന്ന കുഞ്ഞിൻ്റെ കസ്റ്റോഡിയനായി മാറും. അപ്പോൾ കോടതിക്ക് പിന്നെ തീരുമാനിക്കാം ആരുടെ കൂടെ പോകണം, അച്ഛൻ്റെ കൂടെ പോകണോ അമ്മയുടെ കൂടെ പോകണോ, ഇത് തീരുമാനിക്കാനുള്ള അധികാരം കോടതിക്കുണ്ട്. പിന്നെ നോർമലി 5 വയസ്സ് വരെ കുഞ്ഞിൻ്റെ കസ്റ്റഡി നാച്ചുറൽ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ അമ്മയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ കസ്റ്റഡി അമ്മയ്ക്കായിരിക്കും. പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മയ്ക്ക് തന്നെ ആയിരിക്കും. 10 മുതൽ 12 വയസ്സാകുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു മെൻ്റൽ എബിലിറ്റി എത്തും. അപ്പോൾ ആരുടെ കൂടെ പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനം എടുക്കാൻ പറ്റും. അപ്പോൾ കുഞ്ഞിനോട് കോടതി ചോദിക്കും ആരുടെ കൂടെയാണ് പോകേണ്ടത്, ആരുടെ കൂടെ നല്ല നിങ്ങൾ സേഫ് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഉത്തരവനുസരിച്ച് കുഞ്ഞിനെ വിട്ടുകൊടുക്കും. പിന്നെ അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിന് മേൽ തുല്യ അവകാശമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കാണുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ആർക്കും ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുക, ആ എഗ്രിമെൻ്റ് പുറത്ത് കാണാനൊക്കെ പറ്റും. ഇതൊന്നും ഒരു കുഴപ്പവും വരില്ല. ഈ ചില ഡിവോഴ്സ് കേസുകളിൽ അവർക്ക് ഡിവോഴ്സ് എന്ന് പറയേണ്ട കാര്യം ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ അത് വേർപിരിഞ്ഞിരുന്നാൽ മതി. അപ്പം അങ്ങനത്തെ ഉള്ള കേസുകളൊക്കെ കോടതി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ ഡിവോഴ്സ് എന്ന് പറയുന്നൊരു പ്രശ്നം വരുന്നത് തന്നെ മാനസികമായ പൊരുത്തക്കേട് ഉണ്ടാകുമ്പോഴാണ്. ഈ മാനസികമായ പൊരുത്തക്കേട് ഉണ്ടാകുമ്പോൾ ഒരേ സ്ഥലത്ത് നിൽക്കുവാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ആ പൊരുത്തക്കേട് കൂട്ടിക്കൊണ്ടിരിക്കും. ആ സെയിം സമയത്ത് നമ്മുടെ നിയമം തന്നെ പറയുന്നുണ്ട് ഒരു സെപ്പറേഷൻ എടുക്കാം, ജുഡീഷ്യൽ സെപ്പറേഷൻ എന്നാണ് പറയുന്നത്. ആ സെപ്പറേഷൻ നമുക്ക് എടുക്കാം. ഈ ജുഡീഷ്യൽ സെപ്പറേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാം. ഒരു 6 മാസ കാലയളവ് അല്ലെങ്കിൽ 1 വർഷ കാലയളവ് വരെ നമുക്കിത് എടുക്കാം. ഇതെടുത്തതിന് ശേഷവും ഈ പ്രശ്നം സോൾവ് ആവുന്നില്ല, ഈ പ്രശ്നം വീണ്ടും കൂടിക്കൂടിയാണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ജുഡീഷ്യൽ സെപ്പറേഷൻ തന്നെ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് ആക്കി എടുത്ത് ഡെസേർഷൻ കൊടുത്ത് നമുക്ക് ഡിവോഴ്സ് മേടിച്ചെടുക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡിവോഴ്സിൻ്റെ കേസ് പറഞ്ഞുകൊണ്ടാണ്, ഈ ഡിവോഴ്സിൻ്റെ കേസിനൊരു പ്രത്യേകത ഉണ്ട്. ഈ എപ്പോഴും ഭാര്യമാർക്കാണ് താണിരിക്കുന്നത്. അതായത് ഭാര്യമാരാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. പക്ഷേ ഈ പറഞ്ഞ സംഭവം വരാതിരിക്കാൻ RCR എന്ന് പറഞ്ഞൊരു പ്രൊവിഷനുണ്ട്, റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്. ഈ റൈറ്റ്സ് നമ്മൾ ആദ്യം ഫയൽ ചെയ്യണം. ഒരു ഭാര്യ ഭർത്താവ് ബന്ധം ഉണ്ട്, അപ്പം പെട്ടെന്ന് ഭാര്യ നമ്മുടെ ഈ മാട്രിമോണിയൽ ടൈയിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്, ഒന്നും പറയുന്നില്ല. ഇത് ജുഡീഷ്യൽ സെപ്പറേഷൻ പറഞ്ഞാൽ പറയുന്നത് ഭാര്യ ഇറങ്ങിപ്പോവാണ്. ഈ ഇറങ്ങിപ്പോകുന്ന സമയത്ത് നമ്മളോട് ഇൻഫോം ഒന്നും ചെയ്തിട്ടില്ല, ജുഡീഷ്യൽ സെപ്പറേഷൻ ഒന്നും അല്ല, ലീഗലി പോയതല്ല, ഇറങ്ങിപ്പോവാണ് ചെയ്തത്.
അപ്പോൾ ഭർത്താവ് ആദ്യം ചെയ്യേണ്ട കാര്യം റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് RCR എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ ഫയൽ ചെയ്യണം. എൻ്റെ സോഷ്യൽ സ്റ്റേറ്റസിനും എൻ്റെ മാനസികമായ ബുദ്ധിമുട്ടുകൾക്കും എൻ്റെ ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, എൻ്റെ ഭാര്യ തിരിച്ചു വന്ന് താമസിക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു പെറ്റീഷൻ ഇടും. അങ്ങനെ ഒരു പെറ്റീഷൻ ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന കോടതി ഉറപ്പായിട്ടും അതിന്മേലൊരു തീർപ്പുണ്ടാക്കണം. അപ്പോൾ എന്താണ്, ഈ പറയുന്ന പെൺകുട്ടി ഒന്നെങ്കിൽ വന്ന് താമസിക്കണം. അപ്പോൾ ഈ മെയിൻ്റനൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. കൊടുക്കാതിരിക്കേണ്ടെന്നല്ല, കൊടുക്കേണ്ടി വരും. പക്ഷെ എന്നാലും അതിനകത്ത് കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. കാര്യം ഭർത്താവിന് ഭാര്യയുമായി വീണ്ടും കോൺജുഗൽ റൈറ്റ്സ് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ RCR ഒക്കെ നല്ല ഈ ഭർത്താക്കന്മാർക്ക് എടുക്കാൻ പറ്റിയ ഡിഫൻസ് ആണ്. ഈ വിവാഹ സമയത്ത് നമ്മളിപ്പോൾ കൊടുക്കുന്ന സ്വർണങ്ങൾ അത് സത്യത്തിൽ സ്ത്രീധനമായിട്ടാണോ പോകുന്നത്? ആ പെൺകുട്ടിയുടെ ഒരു സ്ത്രീധനം ആയിട്ടാണോ മാറുന്നത്? ഓക്കെ, അതായത് ഇത് 2 വാക്കാണ്. ഒന്ന് സ്ത്രീധനം. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഡൗറി. ഡൗറി ഓൾറെഡി പ്രൊഹിബിറ്റഡ് ആണ്. നമ്മുടെ ഇന്ത്യയിലെ ഡൗറി മേടിക്കാനോ കൊടുക്കാനോ പാടില്ല, അത് ശിക്ഷ കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ സ്ത്രീധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീക്ക് കിട്ടുന്ന ഗിഫ്റ്റ്. അതായത് എന്തൊക്കെ സാധനങ്ങൾ സ്ത്രീക്ക് വേണ്ടി കൊടുക്കുന്നു. ഒരു ഭാര്യ കല്യാണം കഴിയുന്ന സമയത്ത് ഭാര്യയ്ക്ക് വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ, സ്വർണ്ണമായിക്കോട്ടെ, വീടായിക്കോട്ടെ, കാറായിക്കോട്ടെ, ഇതെന്തൊക്കെ കൊടുക്കുന്നുണ്ടോ അതെല്ലാം അവളുടെ മാത്രം സ്വന്തമാണ്. ഒരിക്കലും ഭർത്താവിന് അതിനകത്ത് അവകാശമേ ഇല്ല. അതങ്ങനെ തന്നെയാണ് അതിൻ്റെ ലീഗൽ പ്രൊവിഷന് വരുന്നത്. പിന്നെ സ്ത്രീധനം എന്ന് പറഞ്ഞ് മേടിച്ചു കഴിഞ്ഞാൽ അത് നിയമപരമായി തെറ്റാണ്. ഉറപ്പായിട്ടും വിൽ പുട്ട് ബിഹൈൻഡ് ദ ബാർസ്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീധനം മേടിക്കാതിരിക്കുക. സ്ത്രീധനമായി കിട്ടുന്ന സാധനം ഭാര്യയ്ക്ക് തന്നെ കൊടുക്കുക. അതിലൊരിക്കലും കൈ കടത്താൻ പോരുത്. അതുപോലെ നമ്മുടെ താലിമാല, അതായത് താലിമാല എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഭർത്താവ് കിട്ടുന്ന താലിമാലയാണ്. ഡിവോഴ്സ് ആവുന്ന സമയത്ത് ആ താലിമാല തിരിച്ചു തരണം, അല്ലെങ്കിൽ ഭർത്താവിന് കൊടുക്കണം എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഈ താലിമാലയും സ്ത്രീധൻ എന്ന് പറയുന്ന, അതായത് ഗിഫ്റ്റ് ടു വൈഫ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന സാധനം ഒരിക്കലും നമുക്ക് തിരിച്ച് ക്ലെയിം ചെയ്യാനും പറ്റില്ല. അപ്പോൾ താലിമാലയൊക്കെ ഡിവോഴ്സ് ടൈമിൽ കൊടുക്കേണ്ടി വരും എന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ അതും വേണ്ട. ഇതുപോലെ തന്നെ ഈ ഗാർഹിക പീഡന കേസുകളിൽ ഈ വീട്ടുകാരെ ഇറക്കി വിടുന്ന ഒരു സംഭവമുണ്ട്. ഭർത്താവിൻ്റെ കുടുംബക്കാരാണെങ്കിലും ഭർത്താവാണെങ്കിലും. അപ്പം അതിനുവേണ്ടി ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ഏതൊരു സ്ത്രീ ആണെങ്കിലും കോടതിയെ സമീപിക്കാൻ എന്ത് രീതിയാണ് മുൻകരുതൽ എടുക്കേണ്ടത്? പറ്റും. അതായത് ഈ മാട്രിമോണിയൽ ടൈ, അതായത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാട്രിമോണിയൽ ടൈ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നിച്ചു, അവർ കല്യാണം കഴിച്ചു, മാട്രിമോണിയൽ ഹൗസിലേക്ക് വന്നു. അപ്പോൾ ഓൾറെഡി ഈ പറയുന്ന പെൺകുട്ടിയുടെ ബാക്കിയുള്ള ലൈഫ് എന്ന് പറയുന്നത് ആ വീട്ടിലാണ്, മാട്രിമോണിയൽ ഹൗസിലാണ്. അപ്പോൾ നമുക്ക് വേറെ പാരലൽ റെസിഡൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ഭർത്താവ് നമ്മൾ ഇറക്കി വിടുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിഡൻസിന് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യാം. കേസ് ഫയൽ ചെയ്ത് എനിക്ക് എൻ്റെ വീട്ടിൽ താമസിക്കണം, അല്ലെങ്കിൽ എൻ്റെ മാട്രിമോണിയൽ ഹൗസിൽ താമസിക്കണം എന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്ത് നമുക്ക് ആ പറയുന്ന ഏതാണോ മാട്രിമോണിയൽ ഹൗസ് അവിടെ താമസിക്കാം. അങ്ങനെ വരുമ്പോൾ കോടതി പറഞ്ഞ കണ്ടൻഷൻ ഇതായിരിക്കും. അതായത് ഒന്നുകിൽ ഭർത്താവ് വേറൊരു വീട്, പാരലൽ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഭാര്യയ്ക്ക് നൽകുക, അല്ലെങ്കിൽ ഏതാണോ ഉള്ള വീട് ആ വീട്ടിൽ ഒരു മുറി ഭാര്യയ്ക്ക് കൊടുക്കുക, അവളെ ആ വീട്ടിൽ താമസിപ്പിക്കുക. ഇത് ഉറപ്പായിട്ടും ഭാര്യയ്ക്കുള്ള അധികാരമാണ്, കിട്ടും, അവകാശവുമാണ്. ഓക്കെ, എനിവേസ് താങ്ക് യു സർ. ഇപ്പം ഓരോ സാധാരണ ആൾക്കാർക്കും തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആണ്, സംശയങ്ങളാണ് ഇന്ന് ഞാൻ ചോദിച്ചതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സാറിന് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒരുപാട് പേർക്കുണ്ട് നോട്ടീസുകൾ വന്നാൽ, ഡിവോഴ്സിന്റെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ എന്തായാലും നല്ലൊരു ടോപ്പിക്കാണ് കവർ ചെയ്തത്. താങ്ക്സ് ഫോർ യുവർ ടൈം ആൻഡ് ഇൻഫർമേഷൻ.